everyone, assalamu alaikum. ഇന്ന് നമ്മൾ ഫ്രൈ പാനിൽ എങ്ങനെയാണ് പെർഫെക്റ്റ് ഓട്ടഡ റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ആറോളം ഓട്ടഡ റെസിപ്പി ഓൾറെഡി നമ്മൾ തസ്നീസ് കിച്ചണിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എപ്പോഴും മൂവ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ താഴെ എപ്പോഴും കമൻറ്റ് വരുന്നതാണ് ഫ്രൈ പാനിൽ എങ്ങനെയാണ് ഓട്ടഡ റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എങ്ങനെയാണ് ഫ്രൈ പാനിൽ ഓട്ടഡ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1/2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം 1/2 കപ്പ് ഒഴിച്ചു. ഇനി ഈ 1/2 കപ്പിന് തന്നെ ഒരു 1/4 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ മൊത്തം 1/4 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ എല്ലാത്തിനും 1/2 കപ്പ് മെഷർമെൻറ്റ് കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുന്ന അളവ് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. 1/4 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ അരിപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും ആ വെള്ളമൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്തിട്ട് നല്ല ടൈറ്റായ പോലെ തോന്നും. ഇനി ഇതിലേക്ക് നമ്മൾ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 1/2 കപ്പ് മൈദ അളന്നെടുത്തു. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ മൈദ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന തേങ്ങാപ്പാലാണ്. 1/4 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ് എല്ലാത്തിനും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കപ്പ് അളവ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. പോരാത്തന്നെ ഞാനിവിടെ എഴുതി കാണിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ് എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു മാവായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിക്കണം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഒതൻറ്റിക് സ്റ്റൈലിലുള്ളൊരു ഓട്ടടയൊന്നും അല്ല കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു മൺചട്ടി തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഇത് ഫ്രൈ പാനിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഓട്ടട റെഡിയാക്കി എടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിനനുസരിച്ച് ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതിന് ടേസ്റ്റിന് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മുടെ ആ ഒരു നാടൻ ഓട്ടടയുടെ ടേസ്റ്റ് കിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 പിഞ്ച് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് മിക്സിയിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു തിക്ക് മാവ് ലൂസായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളിതിലേക്ക് അരിപ്പൊടി എടുക്കുമ്പോഴേ നല്ലതായിട്ട് വറുത്തിട്ടുള്ള അരിപ്പൊടി ചേർക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല ബബിൾസൊക്കെ വന്നിട്ട് നല്ല ഹോൾസൊക്കെ വന്നിട്ട് നല്ല അടിപൊളി ഓട്ടടയായിരിക്കും കിട്ടുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വറുക്കാത്ത അരിപ്പൊടിയാണ്. ഫ്രൈ പാന് ചൂടായതിനു ശേഷം ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ഹോൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വറുക്കാത്ത അരിപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വറുത്ത അരിപ്പൊടിയാണെങ്കിൽ നല്ലതായിട്ട് ഹോൾസ് വരും കേട്ടോ. അപ്പോൾ 2 പൊടിയായിരുന്നാലും യൂസ് ചെയ്യാം. അപ്പോൾ നല്ലതായിട്ട് ഹോൾസ് വന്നതിന് ശേഷം മാത്രം മൂടി വെക്കുക. അപ്പോൾ മുഴുവനായിട്ടും ഹോൾസ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. 75% ഹോൾസ് വന്നതിന് ശേഷം ഞാനത് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഓട്ടട റെഡിയായി കിട്ടും. അപ്പോൾ നല്ലതായിട്ട് അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം കണ്ടോ, നല്ലതായിട്ട് പൊങ്ങി വന്നിട്ട് ഹോൾസൊക്കെ വന്നിട്ട് നല്ല അടിപൊളി ഓട്ടട ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്രൈ പാനിൽ ചുട്ടെടുത്തിട്ടുള്ള ഓട്ടട. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഓട്ടടയും ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ചൂട് എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം നല്ല ചൂടുള്ള സമയത്ത് വേണം മാവ് ഈ ഒരു ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വന്നിട്ട് വേണം ഇത് ഹോൾസ് വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം അത് മൂടി വെക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നിങ്ങൾ ഓരോ ഓട്ടട റെഡിയാക്കി എടുക്കുന്ന സമയത്തും ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ഇത് നമുക്ക് മൺചട്ടിയിലും ചുട്ടെടുക്കാം കേട്ടോ. ഈ സെയിം മാവ് തന്നെ ഞാൻ മൺചട്ടിയിലേക്ക് ഒഴിച്ചതാണിത്. അപ്പോൾ അതിലും നമുക്ക് നല്ലതായിട്ട് ഹോൾസൊക്കെ വന്നിട്ടുള്ള ഓട്ടട റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് മുഴുവനായിട്ട് കാണിക്കാത്തത് ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രൈ പാനിലുള്ള ഓട്ടടയാണല്ലോ വേണ്ടത്. അപ്പോൾ അത് കാരണമാണ്. അപ്പോൾ നല്ല ഹോൾസ് വന്നിട്ടുള്ള നല്ല അടിപൊളി ഓട്ടട നമുക്കിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൺചട്ടി ഇല്ലാത്തവരും അതുപോലെ തന്നെ കുക്കിംഗ് റേഞ്ചിൽ മൺചട്ടി യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഓട്ടട റെഡിയാവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.